ഹേ എവരിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രഞ്ചി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മേജും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ പോപ്പ് കൾച്ചർ കണ്ടന്റ് ഈ ചാനൽ വരുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു വാട്ട് ടു നോ വീഡിയോ ആണ്. ഒരു മൂവിയോ സീരീസ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പറയാറ്. സോ ഇന്നത്തെ വാട്ട് ടു നോയിൽ പറയാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് ഇറങ്ങാൻ പോകുന്ന ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ ആണ്. സോ ആ ഒരു മൂവി കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം? മോൺസ്റ്റർവേഴ്സിൻ്റെ 5ാമത്തെ മൂവിയാണ് ഗോഡ്സില്ല വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ. ഇതിൽ ആദ്യം നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന മുമ്പത്തെ പടത്തിൽ നമ്മൾ കണ്ടത് ഗോഡ്സിലയും കോങ്ങും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പടത്തിൻ്റെ അവസാനമാകുമ്പോൾ ഒരു കോമൺ എനിമിയായ മെക്ക ഗോഡ്സില്ലനെ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്യും. അതുപോലെ ആ മൂവിയുടെ അവസാനം കാണിക്കുന്നത് ഗോഡ്സില്ല എപ്പോഴും ആ ഒരു കൈജൂസിൻ്റെ രാജാവായി തന്നെയാണ് കാണിക്കുന്നത്. അത് കോങ് അംഗീകരിക്കുകയും ചെയ്യും ആ ഒരു മൂവിയുടെ അവസാനം. പുതിയ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കോങ്ങിന് കുറേ ഏപ്സിനെ കണ്ടുമുട്ടുന്നതാണ്. ഇവരൊക്കെ നേതാവായിട്ട് സ്കാ കിങ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലനെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു വില്ലനായിരിക്കും ഈ മൂവിയിൽ. മറ്റു ട്രെയിലേഴ്സിൽ വേറൊരു വില്ലനെയും കൂടി കാണിക്കുന്നുണ്ട്, ക്ലിയർ അല്ല. പക്ഷെ ആ ഒരു വില്ലൻ്റെ മൗത്തിൽ നിന്ന് ഒരു ഫ്രീസ് ബ്രെത്ത്, ഐസായിട്ടുള്ളൊരു ബ്രെത്ത് വരുന്ന പോലെ കാണിക്കുന്നത് നമ്മുടെ ഗോഡ്സില്ലയുടെ അറ്റോമിക് ബ്രെത്ത് പോലെ. ഇതിൽ കോങ്ങിന് ഒരു മെറ്റാലിക് ബ്രേസ് കാണിക്കുന്നുണ്ട് കയ്യിൽ. പടത്തിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഫൈറ്റിൻ്റെ ഇടയിൽ പരിക്ക് പറ്റിയതാവാം. അപ്പോൾ ആ ഒരു മെറ്റൽ ബ്രേസ് ഉണ്ട് കോങ്ങിൻ്റെ കയ്യിൽ. അതുപോലെ ഗോഡ്സില്ലേനെ കാണാനായിട്ട് ഒരു കംപ്ലീറ്റ്ലി പിങ്ക് കളറാണ് മുമ്പത്തെ മൂവീസിനേക്കാൾ. അപ്പോൾ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഗോഡ്സില്ല എന്ന ക്യാരക്ടറിനെ കാണുമ്പോൾ. ഇതിലത്തെ കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ബേണി ഹെയ്സ് ആണ്. ബ്രയൻ ടൈറി ഹെൻറി എന്ന ആക്ടറാണ് ഈ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു ആക്ട് എറ്റേണൽസ് എന്ന മൂവിയിൽ ഫാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചത്. പിന്നെ റെബക്ക ഹോൾ ഇതിൽ ഡോക്ടർ ഇലീൻ ആൻഡ്രൂസ് ആയിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു ആക്ട്രസ് മായ ഹാൻസൺ എന്ന് അയൺമാൻ 3 ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ കേലി ഹോട്ടൽ എന്ന ക്യാരക്ടറാണ് ആ ഒരു കുട്ടി. ജിയ എന്ന ആക്ട്രസ് ആണ് ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് കോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോങ് ആയിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവരൊക്കെ ഈ മൂവിയിൽ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് മില്ലി ബോബി ബ്രൗൺ ആണ്. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലും കുറേ നെറ്റ്ഫ്ലിക്സ് പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള മില്ലി ബോബി ബ്രൗൺ എന്ന ആക്ട്രസ് ചെയ്തൊരു കഥാപാത്രമായിരുന്നു മുമ്പത്തെ പടത്തിൽ മാഡിസൺ റസൽ. ഈ ഒരു ക്യാരക്ടർ ഈ മൂവിയിൽ തിരിച്ചു വരുന്നില്ല. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആഡം വിങ്കാർഡ് ആണ്. ഈ ഡയറക്ടറാണ് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന മൂവിയും ചെയ്തിട്ട്. എന്തായാലും ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ തന്നെയായിരിക്കും. കാരണം ഈ മോൺസ്റ്റേഴ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് ബിഗ് സ്ക്രീനിൽ തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു വേറെ എഫക്റ്റ് ആണ്. ആൻഡ് ഐ നോ ഇറ്റ്സ് ഒരു സിറ്റീസ് ഡിസ്ട്രോയ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാണാൻ പറ്റും വീണ്ടും ഈ ഒരു മൂവിയിൽ. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താണ് പറയുക, ഡിസ്ട്രക്ഷൻ, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു സീ. അപ്പോൾ ഈ ഒരു മൂവി ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് മുമ്പത്തെ പടങ്ങൾ കാണാം ഈ ഒരു മോൺസ്റ്റർവേഴ്സിലുള്ളത്. അതുപോലെ തന്നെ ഒരു TV ഷോവും ഉണ്ട്. അപ്പോൾ ഗോഡ്സില്ല 2014 ഇറങ്ങിയതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. പിന്നെ കോങ് സ്കൾ ഐലൻഡ് 2017 റിലീസ് ചെയ്തത്. അതിനുശേഷം ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് 2019, പിന്നെ ഗോഡ്സില്ല വേഴ്സസ് കോങ് 2021, പിന്നെ റീസെൻ്റ് ആയിട്ട് 2023 അവസാനം 2024 ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന മൊണാർക്ക് എന്ന TV സീരീസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൂവി നിങ്ങൾക്ക് കാണുന്നതിന് മുമ്പ് അറിയേണ്ടതൊക്കെ. സോ എന്തായാലും ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഡ്യൂൺ ആയിരുന്നു. അപ്പോൾ എൻഡ് ചെയ്യുന്നത് ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ വെച്ചാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ഗൈസ്.